ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സ്വർണ്ണ വ്യാപാരി ഡി മണി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. മണിക്ക് സിം കാർഡ് എടുത്തു നൽകിയവരും ഹാജരാകും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ ഡി മണി ചോദ്യം ചെയ്യലിന് ഹാജരായത്? ഈ സിം കാർഡ് എടുത്തു നൽകിയവർ ആരൊക്കെയാണ്? അശ്വതി, അല്പസമയം മുമ്പാണ് ഡി മണി തിരുവനന്തപുരത്ത് എസ്ഐടിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ഡി മണിക്കൊപ്പം സഹായി ബാലമുരുകനുണ്ട്, ബാലമുരുകന്റെ ഭാര്യയുണ്ട്. ഇങ്ങനെ 3 പേരാണ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഭിഭാഷകനോടൊപ്പമാണ് ഡി മണി ഈ എസ്ഐടിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. മണി രണ്ട് വാഹനത്തിലാണ്, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള 2 വാഹനത്തിലാണ് ഡി മണിയും ബാലമുരുകനും എത്തിയത്. ഡി മണിക്കൊപ്പം അഭിഭാഷകൻ കൂടിയുണ്ട്. അഭിഭാഷകന്റെ കാലിൽ തന്നെയാണ് ഡി മണി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ഈ ശബരിമല കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നതുകൂടിയാണ് ഇതോടുകൂടി വ്യക്തമാകുന്നത്. ഡി മണി എന്ന തമിഴ്നാട് ഡിണ്ടിക്കൽ സ്വദേശിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. നേരത്തെ 2 തവണ തമിഴ്നാട് വെച്ച് ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണ സംഘത്തിന് തൃപ്തിയുണ്ടായില്ല. തുടർന്ന് തിരുവനന്തപുരത്തേക്ക് എത്തണമെന്ന് നോട്ടീസ് കൊടുത്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മണി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. മണിക്കൊപ്പം 2 പേർ, ബാലമുരുകൻ മണിയുടെ സഹായിയാണ്. സിം കാർഡ് എടുത്തു നൽകിയ 3 പേരോട് നേരത്തെ ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ സിം കാർഡ് എടുത്തു നൽകിയ ഒരാളാണ് ബാലമുരുകൻ എന്ന് പറയുന്നത്. ബാലമുരുകനും ഭാര്യയും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. മണിക്കൊപ്പം 2 വാഹനത്തിലാണ് ഇരുവരും എത്തിച്ചേരുന്നത്. എന്തായാലും ഇനി കൂടുതൽ വിവരങ്ങൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനി ചോദിച്ചറിയേണ്ടതുണ്ട്. അതെല്ലാം ബാലമുരുകനിൽ നിന്നും അതോടൊപ്പം തന്നെ ഡി മണിയിൽ നിന്നും ചോദിച്ചറിയും. ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപാട് അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. അതായത് ഈ ബാലമുരുകനും ഡി മണിയും ഒരാളാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് അതായത് ഡി മണി ഉപയോഗിച്ചിരുന്ന സിം എടുത്തു നൽകിയത് ബാലമുരുകന്റെ പേരിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. പിന്നീടാണ് അന്വേഷണ സംഘത്തിൽ വ്യക്തമായിരുന്നത് ബാലമുരുകനും ഒപ്പം തന്നെ ഡി മണിയും 2 പേരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതായത് ഡി മണി ഉപയോഗിക്കുന്ന സിം കാർഡുകളൊന്നും മണിയുടെ പേരിലുള്ള സിം കാർഡുകളെല്ലാം ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഏറ്റവും ദുരൂഹതയായി തുടരുന്നത്. മറ്റ് പലരുടെയും പേരുള്ള സിം കാർഡുകളാണ് ഡി മണി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത്തരം ഒരു കാര്യം കൂടി ഈ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. എന്തായാലും അതിന് പിന്നീടാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തതയും വരുന്നത്. തുടർന്നാണ് അന്വേഷണ സംഘം തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. എന്തായാലും നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡി മണി എത്തിയിരിക്കുകയാണ്. ഡി മണി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഈഞ്ചക്കലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്കാണ് ഡി മണി എത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കൊടുക്കും. നടപടികളിലേക്ക് അല്പസമയത്തുള്ളിൽ കടക്കുകയും ചെയ്യും. അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കം എത്തിയിട്ടുണ്ട് ഇവിടെ. എന്തായാലും അടുത്ത നടപടിയിലേക്ക് കടക്കും. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടം, ആ ഒരു ഘട്ടത്തിൽ ഒരു പ്രവാസി വ്യവസായിയിൽ നിന്നാണ് ഡി മണിയുടെ പേര് എത്തുന്നത്. ഡി മണിയുടെ പേര് ഇതിലേക്ക് എത്തുന്നത് ശബരിമലയിൽ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം കടത്തിയെന്ന ആ ഒരു പ്രവാസി വ്യവസായിയുടെ മൊഴി വന്നിരുന്നു. ആ മൊഴിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡി മണി ഈ കേസിലേക്ക് വരുന്നത്. തുടർന്നാണ് അന്വേഷണ സംഘം ഡി മണിയെ ഡിണ്ടിക്കെത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിലൊന്നും ഡി മണി ചോദ്യം ചെയ്യുന്നതോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് വീണ്ടും ഈ ഡി മണിയെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തുന്നത്. കാരണം തമിഴ്നാട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത്. അതിനുശേഷമാണ് കേരളത്തിലേക്ക് ഹാജരാകണമെന്ന നോട്ടീസ് നൽകുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നോട്ടീസ് നൽകുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഡി മണി ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ഡി മണിയോടൊപ്പം അഭിഭാഷകനോട് 2 കാറുകളിലായിട്ടാണ് ഡി മണിയും ബാലമുരുകനും എത്തിയിരിക്കുന്നത്. രണ്ടും തമിഴ്നാട് രജിസ്ട്രേഷനുള്ള 2 കാറുകളിൽ നിന്നാണ് ഇവർ എത്തിയിരിക്കുന്നത്. അതിൽ മണിക്കൊപ്പം അഭിഭാഷകനുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 3 പേരും ഈ മണിക്കൊപ്പം എത്തിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘം ഇനി അടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നേക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക ഘട്ടം കൂടിയാണ്. ഇതോടുകൂടി ഈ നിരവധി വിവരങ്ങൾ ഈ മണിയിൽ നിന്നും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഈ സ്വർണ്ണക്കൊള്ളയിലെ വിദേശ ബന്ധം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിലെല്ലാം വ്യക്തത വരേണ്ടത് മണിയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മണിയുടെ ഈ ചോദ്യം ചെയ്യൽ ഒരു നിർണായകമായിരിക്കും. അശ്വതി. ശരി പ്രശാന്ത്, അത് തന്നെയാണ്. മണിയുടെ ചോദ്യം ചെയ്യൽ ഇന്ന് നിർണായകമായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലം പങ്കുവച്ച വാർത്ത. ഇന്ന്